എനിക്ക് ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഉത്തരം കിട്ടണില്ല എങ്കിൽ ദൈവത്തെ പോലും കാണാത്തൊരു കാലമായിട്ട് ഇപ്പോൾ പൗലോസിൻ്റെ കപ്പൽ അനുഭവത്തിൽ പറയത്തില്ലേ, കുറേ നാളത്തേക്ക് സൂര്യനെ കണ്ടില്ലെന്ന്. അങ്ങനെ അത് നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ജീവിതയാത്രയാണ്, കുറേ നാളത്തേക്ക് നമുക്ക് ഒരു ദൈവാനുഭവം ഇല്ല. അപ്പോൾ ഈ മണ്ടന്മാരെന്നാ ചെയ്യുന്നറിയാവുക, രാവിലെ എഴുന്നേക്കാൻ താമസിക്കും. പ്രത്യക്ഷ പ്രാർത്ഥന വേണമെങ്കിൽ ചിലർ ശങ്കരാടിയുടെ ഒരു സിനിമ ഇല്ലേ, കൈനീട്ടം വൈകുന്നേരം കിട്ടിയാൽ മതിയാന്ന് ചോദിക്കണില്ലേ, അതുപോലെ പ്രത്യക്ഷ പ്രാർത്ഥന ഉച്ചയ്ക്ക് ചെല്ലിയാൽ മതിയാന്ന് ചോദിക്കും. അപ്പോൾ ഇത് കൈവിട്ട് പോകുന്നതിൻ്റെ അർത്ഥം എന്താ കാര്യം? അതായത് അവരുടെ ലൈഫിൽ ദൈവത്തെ അനുഭവിക്കാത്ത ചില ദിവസങ്ങളാണ്. പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പ്രത്യക്ഷ പ്രാർത്ഥന അല്ല, ദൈവത്തെ പോലും വിളിക്കാത്ത ആൾക്കാർ കാനഡയിൽ പോയി. ഇതെല്ലാം ചെയ്തേച്ച് നിൽക്കണം. ഞാൻ നാട്ടിൽ തന്നെ ഇപ്പോൾ ഉണ്ട്. എൻ്റെ ഏജൻറ്റ് എന്നെ പറ്റിച്ചെന്നാണ് തോന്നുന്നത്. ഓക്കെ, പിതാവിന് ആബ്സെൻ്റായിട്ട് തോന്നേണ്ട ഒരു സമയം ഇതാണ്. ഈ ടൈമാണ് നമുക്ക് കൈകാര്യം ചെയ്യേണ്ടത്. അതായത് അനുഭവങ്ങൾ ഘടകവിരുദ്ധമായിട്ട് വരുമ്പോഴും അമ്മ ചോദിച്ചു, ഇതെന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? അപ്പോൾ എന്താ പറഞ്ഞത്? ഞാനല്ല ചെയ്തത്, പിതാവാണ് ചെയ്തത്. ഇതാണ് വിഷയം. അപ്പോൾ അത് നമ്മുടെ കാശാക്കാരന് വേണ്ടിയുള്ള കാര്യമല്ല. അതെന്തിനാണ്? പിതാവിൻ്റെ കാര്യം എന്താണ്? ഞാൻ പിതാവിനോട് ചോദിക്കുകയും നിങ്ങളുടെ ആയിരിക്കാൻ വേണ്ടി. അപ്പോൾ എന്താ ഒന്ന് മാറ്റിപ്പിടിക്കാനാണ് പറയണത്. മനസ്സിലായില്ല? സ്ഥലം വിൽക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന ഇനി ഇവിടുന്ന് വെച്ച് കലവൂര് പോയി നൊവേന കൂടും, അപ്പുറത്ത് പോയി വേറെ ധ്യാനം കൂടും. എന്തിനാണ് സ്ഥലം വിൽക്കണേ? ഇതാണ് ഇവരുടെ തലയിരിക്കണത്. അപ്പോൾ ദൈവം പറയും, മാറ്റിപ്പിടിക്കാൻ പറയും. എന്താ കാര്യം? ഇത് എന്നേക്കും നിങ്ങളുടെ കൂടെ, ഈ സ്ഥലം എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കത്തില്ല. മകളെ കല്യാണം കഴിച്ചാലും ഇനി മകള് പ്രസവിച്ചാലും അവരാരും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കത്തില്ല. കർത്താവ് വളരെ ക്ലിയറായിട്ടാണ് സംസാരിക്കണത്. മനസ്സിലായില്ലേ? നിങ്ങളെപ്പോൾ ഒന്ന് മാറ്റിപ്പിടിക്കേണ്ടി വരും. എന്താ കാര്യം? ദൈവം പറയണത് എന്നേക്കും നിങ്ങളോട് ആയിരിക്കാനാണ്. ഇപ്പോൾ ചിലർ പറഞ്ഞാൽ, അച്ഛാ ഒരു ഓർഫണേജിൽ എവിടെയെങ്കിലും ആക്കിത്തരുമോ അച്ഛാ? എന്താ ഞാൻ പറയും, മക്കളെ എന്നെ ഉപേക്ഷിച്ചു വന്ന്. ഞാൻ പറയും, മക്കളെ ഉപേക്ഷിച്ചതല്ലേ, സത്യം പറയുന്നത്. ഇവിടെ ചില വിരയന്മാരുവേ സന്ധ്യയാലും പോകത്തില്ല. ഞങ്ങൾ പിന്നെ എവിടെയെങ്കിലും ഒരു കോൺവെൻറ്റിൽ കൊണ്ട് അവരെ കിടത്തും. പക്ഷേ എന്താ അവർ പറയണത്? അവർ പറഞ്ഞ് മക്കളെ ഉപേക്ഷിച്ചു, അച്ഛൻ കൊണ്ടുപോയി അനാഥാലയത്തിൽ തരാനാണ്. അപ്പോൾ മക്കളായാലും എന്നേക്കും നിങ്ങളോട് ആയിരിക്കത്തില്ല, അവർ ഉപേക്ഷിച്ചായിരിക്കത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആ പഴയ സ്വാതന്ത്ര്യമായിട്ട് അവിടെ നിൽക്കക്കളി ഇല്ലാത്ത കാര്യമാണ് വന്നിരിക്കണത്. ചിലപ്പോൾ വന്ന ആൾക്കാർക്ക് നിങ്ങളുടെ സംസാരം പോലും ഇഷ്ടമുണ്ടാകത്തില്ല. നല്ല കാര്യം. അപ്പോൾ ഈ വന്ന വരുമ്പോഴൊക്കെ അവർക്ക് പഠിച്ച ആൾക്കാരാണ്. അവർക്ക് നമ്മുടെ സംസാരം എന്നെ വർത്തമാനാണെന്ന് ചോദിക്കും. എന്നെ വർത്തമാനാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ദൈവമേ എൻ്റെ വീട്ടിൽ തന്നെ. അപ്പോൾ മകനാണെങ്കിൽ എന്ത് ചെയ്യും? മകൻ നമ്മുടെ കൂടെ കൂടുക? ഒരിക്കലും കൂടെ. അവനെ കെട്ടിക്കുമ്പോൾ തന്നെ ഉപേക്ഷിച്ചേക്കണം മകനെ. പല പ്രശ്നവും എന്താണ്? കെട്ടിച്ചിട്ട് നിങ്ങൾ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയല്ലേ? അതാണല്ലേ പ്രശ്നം. കെട്ടിക്കുമ്പോൾ തന്നെ മാതാപിതാക്കന്മാരെ വിട്ടെന്ന് പറഞ്ഞില്ലേ? ഈശോ അല്ലേ പറഞ്ഞിരിക്കണത്? മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരും. അപ്പം